അങ്ങനെ പ്രിലിംസൊക്കെ കഴിഞ്ഞു. പ്രിലിംസിന് പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഈ പണി നിർത്തി വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ഒന്ന് വേഗം കഴിഞ്ഞാൽ മതി എന്നായിരുന്നു കേട്ടോ എനിക്ക്. ഇനി നെക്സ്റ്റ് ഒരു ടെൻഷനുണ്ട്, എങ്ങനെയൊക്കെ കട്ട് ഓഫ് കഴിഞ്ഞ് നമ്മൾക്ക് സ്കോർ കയറുമോ എന്നുള്ള ടെൻഷൻ. റിസൾട്ട് വരാൻ വേണ്ടി ഇനി 15 ഡേയ്സേ ഉള്ളൂ. പക്ഷേ ആ ഒരു 15 ഡേയ്സ് ഉണ്ടല്ലോ, എനിക്ക് 15 ഇയർ കണക്കാണ് ഇനി പോകാൻ പോണത്. എന്തായാലും ഈ ടെൻഷൻ ഒരു കാര്യം കഴിഞ്ഞാൽ നെക്സ്റ്റ്. ഇതാണ് ലൈഫ്. കാര്യം ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞതെന്നറിയോ? അതായത് ഇപ്പോൾ പ്രിലിംസൊക്കെ എഴുതിയിട്ട് ഇനി എന്ത് ചെയ്യും, അത്ര സ്കോറൊന്നും അല്ലെങ്കിൽ പഠിച്ചൊന്നും വന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇന്ന് എക്സാം കഴിഞ്ഞാൽ നാളെ അത് കിട്ടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റന്നാൾ തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് ഇയർ നിങ്ങളുടേതായിരിക്കും.